കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ലോകം തന്നെ മാറിമറിയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർക്കൊരു സാമ്പത്തിക സുരക്ഷാ വലയം തീർക്കുക എന്നതായിരിക്കണം എപ്പോഴും നമ്മുടെ പ്രധാന ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇനി ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഇൻഷുറൻസ് നമുക്ക് കൃത്യമായി ക്ലെയിം സപ്പോർട്ട് തരും, ഇതെല്ലാം ആയിരിക്കും. ഓരോ ഇൻഷുറൻസ് കമ്പനിയും തങ്ങളാണ് ബെസ്റ്റ് എന്ന് അവകാശപ്പെടുമ്പോൾ തെറ്റായ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കാം. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, സോൾവെൻസി റേഷ്യോ, റൈഡറുകൾ തുടങ്ങിയ വാക്കുകൾ കേട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ഇനി പേടിക്കേണ്ടതില്ല. ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകാൻ ഡിറ്റോ ഇൻഷുറൻസ് വിപണിയിലെ എല്ലാ പോളിസികളും കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട്. അവരുടെ ഡേറ്റ അധിഷ്ഠിതമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 2026 ഏറ്റവും മികച്ച 5 ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാള യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് എന്റെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നത്? അങ്ങനെയെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയിലെ മികച്ച ടേം ഇൻഷുറൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് ഡിറ്റോയുടെ റാങ്കിങ് അനുസരിച്ചിട്ടാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. അതിൽ ഡിറ്റോ റാങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റോ കൊടുത്തിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 4.9 ഔട്ട് ഓഫ് 5. രണ്ടാമതായി നമുക്ക് HDFC ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. അതിന് ഡിറ്റോ സ്കോർ ചെയ്തിരിക്കുന്നത് 5ൽ 4.55 ആണ്. ആൻഡ് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ആണ് മൂന്നാമതായി വന്നിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് അവർ കൊടുത്തിരിക്കുന്നത് 4.45 ആണ് ഔട്ട് ഓഫ് 5. നാലാമതായി വന്നിരിക്കുന്നത് ബജാജ് ലൈഫ് ഇൻഷുറൻസ് ആണ്, 4.45 ഔട്ട് ഓഫ് 5. ഇതാണ് അവർ കൊടുത്ത റേറ്റിംഗ്. ദെൻ SBI ലൈഫ് ഇൻഷുറൻസ് 4.45 ഔട്ട് ഓഫ് 5. ഇതാണ് ഡിറ്റോ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. സോ ഡിറ്റോ കൊടുത്തിരിക്കുന്ന റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 5 ഇൻഷുറൻസിനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. റേറ്റിംഗ് അടക്കമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ്, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാലോ? എപ്പോഴും ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ കണ്ടെത്താൻ ഡിറ്റോ ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കും. സെറോദ ബാക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ. ആവശ്യമില്ലാത്ത സ്പാം കോളുകളോ തെറ്റായ വിൽപ്പനയോ മനസ്സിലാകാത്ത നിബന്ധനകളോ ഇല്ലാതെ നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായ പ്ലാൻ കണ്ടെത്താൻ ഡിറ്റോ സഹായിക്കും. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കി തികച്ചും സുതാര്യമായ നിർദ്ദേശങ്ങളാണ് ഇവിടുത്തെ വിദഗ്ധർ നൽകുന്നത്. പോളിസി തിരഞ്ഞെടുക്കുന്നത് മുതൽ ക്ലെയിം ഫയൽ ചെയ്യുന്നത് വരെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ക്ലെയിം സമയത്ത് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ഡിറ്റോ നിങ്ങൾക്കായി മുന്നിൽ നിൽക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിക്കായി ഒരു നല്ല തീരുമാനം എടുക്കുക. ഡിറ്റോയുടെ സൗജന്യ കൺസൾട്ടേഷൻ കോൾ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, കമന്റിലും നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5 ടോപ്പ് പ്ലാനുകൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ? നമ്പർ 1, ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്. ഡിറ്റോ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ആക്സിസ് മാക്സ് ലൈഫ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായ ആക്സിസ് ബാങ്കിന്റെ പിന്തുണയും മാക്സ് ലൈഫിന്റെ മികച്ച സേവന പാരമ്പര്യവും ഇതിനുണ്ട്. 5ൽ 4.9 ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള റേറ്റിംഗ്. സോ നമുക്ക് ബാക്കി കാര്യങ്ങളിലും എത്ര റേറ്റിംഗ് വരുന്നുണ്ടെന്ന് നോക്കാം. മൊത്തത്തിലുള്ള റേറ്റിംഗ് 4.9 ആണ് ഔട്ട് ഓഫ് 5. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയില് സ്കോർ വരുന്നത് 5 തന്നെയാണ്, 5ൽ 5 കൊടുത്തിട്ടുണ്ട്. ആൻഡ് എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ 4 ഔട്ട് ഓഫ് 5. കസ്റ്റമർ സർവീസ് റേറ്റിംഗ് 5 ഔട്ട് ഓഫ് 5. ഗ്രോസ് റിട്ടേൺ പ്രീമിയം സ്കോർ 5 ഔട്ട് ഓഫ് 5. ഇനി ഇതിന്റെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ പ്രോസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ത്യയിലെ മികച്ച ടേം ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡ് ഈ ഒരു ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിനുണ്ട്. 99.71% ആണ് വരുന്നത്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഫീച്ചറുകളും റൈഡറുകളും ആകർഷകമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇനി ഗുണത്തിന്റെ കൂടെ നമ്മൾ അതിന്റെ പോരായ്മകളും കൂടി നോക്കണം അല്ലെ? മാക്സ് ലൈഫ് എന്നതിൽ നിന്ന് ആക്സിസ് മാക്സ് ലൈഫ് എന്നതിലേക്ക് പേര് മാറിയതിനാൽ ബ്രാൻഡ് നാമത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ഇൻഷുറൻസിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് HDFC ലൈഫ് ഇൻഷുറൻസ്. മികച്ച പ്രകടനവും വിശ്വസ്തതയും പുലർത്തുന്ന ഇൻഷുറൻസ് ബ്രാൻഡാണ് HDFC ലൈഫ് എന്ന് പറയുന്നത്. 4.55 സ്കോറോടെ 2ാം സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ റേറ്റിംഗ് ഒന്ന് നോക്കിയാലോ? HDFC ലൈഫിന്റെ മൊത്തത്തിലുള്ള റേറ്റിംഗ് വരുന്നത് 4.55 ഔട്ട് ഓഫ് 5. ആൻഡ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ സ്കോർ വരുന്നത് 5 ഔട്ട് ഓഫ് 5. 5ൽ 5 നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോയില് 2 ഔട്ട് ഓഫ് 5 ആണ്. കസ്റ്റമർ സർവീസ് റേറ്റിംഗില് 5 ഔട്ട് ഓഫ് 5. ഗ്രോസ് റിട്ടേൺ പ്രീമിയം സ്കോർ വരുന്നത് 5 ഔട്ട് ഓഫ് 5. ആൻഡ് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് നോക്കിയാലോ? ഇതിന്റെ പ്രോസ് എടുത്ത് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ മാറ്റി നിർത്താനാകാത്ത ബ്രാൻഡ് മൂല്യവും ഉയർന്ന ജനവിശ്വാസവുമുള്ള ഒരു ഇൻഷുറൻസ് ആണ് HDFC ലൈഫ് എന്ന് പറയുന്നത്. വർഷങ്ങളായി തുടരുന്ന മികച്ച ക്ലെയിം സെറ്റിൽമെന്റ് പെർഫോമൻസ് ഈ ഒരു ഇൻഷുറൻസിന് ഉണ്ട്. വ്യവസായത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പരാതികൾ മാത്രമാണ്, അതായത് 10,000 ക്ലെയിമുകളിൽ വെറും 1 പരാതിയാണ് വരുന്നത്. അപ്പൊ അത്രയും നല്ലൊരു ഇൻഷുറൻസ് ബ്രാൻഡാണ് HDFC ലൈഫ് എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനി ഗുണങ്ങളോടൊപ്പം തന്നെ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൂടി നമുക്ക് നോക്കാം. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് ബേസിക് പ്രീമിയം തുക അല്പം കൂടുതലാണ് HDFC ലൈഫിന്. അപ്പൊ ഇതൊക്കെയാണ് HDFC ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇൻഷുറൻസിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ICICI Prudential. ലൈഫ് ഇൻഷുറൻസ് രംഗത്തെ ഏറ്റവും വലിയതും സുസ്ഥിരവുമായിട്ടുള്ള ഒരു പേരുകളിൽ ഒന്നാണ് ICICI Prudential എന്ന് പറയുന്നത്. 4.45 ആണ് ഇവരുടെ മൊത്തം സ്കോർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി റേറ്റിംഗ് കൂടി നോക്കാം. മൊത്തത്തിലുള്ള റേറ്റിംഗ് വരുന്നത് 4.45 ഔട്ട് ഓഫ് 5 ആൻഡ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ സ്കോർ കൊടുത്തിരിക്കുന്നത് ഡിറ്റോ 3 ആണ് ഔട്ട് ഓഫ് 5 ആൻഡ് എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ സ്കോർ വരുന്നത് 4 ഔട്ട് ഓഫ് 5 ആൻഡ് കസ്റ്റമർ സർവീസ് റേറ്റിംഗ് വരുന്നത് 5 ഔട്ട് ഓഫ് 5. ഗ്രോസ് റിട്ടേൺ പ്രീമിയം സ്കോർ വരുന്നത് 5 ഔട്ട് ഓഫ് 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും നോക്കാം. ഇതിന്റെ ഒരു നല്ല വശങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ വലിയൊരു ബ്രാൻഡ് അംഗീകാരവും രാജ്യത്തുടനീളമുള്ള ശക്തമായ സാന്നിധ്യവും ICICI Prudentialനുണ്ട്. അതുപോലെ നല്ല മികച്ച പ്രീമിയം നിരക്കുകളാണ് ഇവർ കൊടുക്കുന്നത്. വിശ്വസിക്കാനാവുന്ന തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും ക്ലെയിം റെക്കോർഡും ICICI Prudentialനുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിൽ മാത്രം മുൻപന്തിയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ICICI Prudentialന്റെ ഡീറ്റെയിലിംഗ്. ഇനി നമുക്ക് ബജാജ് ലൈഫ് ഇൻഷുറൻസിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 4ാമതായി വരുന്നതാണ് ബജാജ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ബജാജ് ലൈഫിന്റെ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ലെയിം തുക നൽകാൻ കമ്പനി പ്രാപ്തരാണ്. ഇവരുടെ സ്കോർ 4.45 ആണ് വരുന്നത്. നമുക്ക് ബാക്കി റേറ്റിംഗ് കൂടി നോക്കാം. മൊത്തത്തിലുള്ള റേറ്റിംഗ് 4.45. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ സ്കോർ വരുന്നത് 4.5 ഔട്ട് ഓഫ് 5 ആൻഡ് എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ സ്കോർ വരുന്നത് 2 ഔട്ട് ഓഫ് 5 ആൻഡ് കസ്റ്റമർ സർവീസ് റേറ്റിംഗ് വരുന്നത് 5 ഔട്ട് ഓഫ് 5 ആൻഡ് ഗ്രോസ് റിട്ടേൺ പ്രീമിയം സ്കോർ വരുന്നത് 5 ഔട്ട് ഓഫ് 5. ഓക്കെ, അപ്പൊ ഇതാണ് റേറ്റിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് പരിശോധിക്കാം. ഇതിന് നല്ല വശങ്ങൾ എന്ന് പറയുന്നത് പുകവലിക്കാത്തവർക്കും സ്ത്രീകൾക്കും വളരെ കുറഞ്ഞ പ്രീമിയം നിരക്കുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാവുന്ന പ്ലാനുകളാണ് ഇവർ കൊടുക്കുന്നത്. പ്രവാസികൾക്ക് ദാറ്റ് ഇസ് NRIsന് ലളിതമായ ഡിജിറ്റൽ പ്രക്രിയയും മെഡിക്കൽ പരിശോധനകളിലെ എളുപ്പവും കാരണം നല്ലൊരു മികച്ച ഓപ്ഷനാണ് ഈ ഒരു ബജാജ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് കിടക്കാം. മറ്റ് പ്രധാന പ്രൈവറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ബിസിനസ് വ്യാപ്തി അല്പം കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തതിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് SBI ലൈഫ് ഇൻഷുറൻസ്. SBI ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശ്വസ്തതയും ശൃംഖലയും തന്നെയാണ് SBI ലൈഫിന്റെ പ്രധാന കരുത്ത്. 4.45 സ്കോറോടെ ഇവർ ടോപ്പ് 5 ഇടം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റിംഗിലേക്ക് കിടക്കാം. മൊത്തത്തിൽ ഒരു റേറ്റിംഗ് SBI ലൈഫിന് വരുന്നത് 4.45 ആണ് ഔട്ട് ഓഫ് 5 ആൻഡ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് 3 ഔട്ട് ഓഫ് 5 ആണ്. അമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് 4 ഔട്ട് ഓഫ് 5 ആണ് ആൻഡ് കസ്റ്റമർ സർവീസ് റേറ്റിംഗ് വരുന്നത് 5 ഔട്ട് ഓഫ് 5 തന്നെയാണ് ആൻഡ് ഗ്രോസ് റിട്ടേൺ പ്രീമിയം വരുന്നത് 5 ഔട്ട് ഓഫ് 5. ഇനി ഇതിന്റെ ഒരു നല്ല വശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശൃംഖലയുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയാണ് SBI ലൈഫ് എന്ന് പറയുന്നത്. വിശ്വസനീയമായ ക്ലെയിം സെറ്റിൽമെന്റ് ചരിത്രമാണ് ഇവർക്കുള്ളത്. പബ്ലിക് സെക്ടർ ബാങ്കിന്റെ പിൻബലമുള്ള വലിയ ഉപഭോക്തൃ അടിത്തറയുണ്ട്. ഇനി നമുക്കിതിന്റെ പോരായ്മകൾ നോക്കാം. ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചിട്ടുള്ള പുതിയ ഫ്ലെക്സിബിൾ ഫീച്ചറുകൾ ഇവരുടെ പ്രധാന പ്ലാനുകളിൽ കുറവാണ്. അപ്പൊ ഇതൊക്കെയാണ് SBI ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി പ്രീമിയം ചെലവുകളുടെ താരതമ്യം കൂടി ഒന്ന് നോക്കാം. ഈ ഒരു പ്ലാനുകൾക്ക് എത്ര ചെലവ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൽഹി പോലുള്ള ഒരു ടയർ 1 നഗരത്തിൽ ജീവിക്കുന്ന പുകവലിക്കാത്ത ശമ്പളക്കാരായ ആരോഗ്യമുള്ള വ്യക്തികൾക്ക് 65 വയസ്സ് വരെ കവറേജ് നൽകുന്ന 1 കോടി സം അഷ്വർഡ് പ്ലാനിന്റെ വാർഷിക പ്രീമിയം ആണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ടേബിൾ ഇപ്പം സ്ക്രീനിൽ കാണിക്കുക, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് പ്രൊഫൈലിൽ വരുന്നത് 25 വയസ്സുള്ള ഒരു പുരുഷനാണ്. അദ്ദേഹം ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് എങ്കിൽ 10,160 രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത്. ഇനി ഇതേ ആള് തന്നെ HDFC ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ 10,327 ആണ് പ്രീമിയം എമൗണ്ട് വരുന്നത്. ICICI Prudential ആണെങ്കിൽ 10,376, ബജാജ് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 9,667, SBI ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 10,055 രൂപ. ഇനി നമുക്ക് പ്രൊഫൈൽ ഒന്ന് മാറ്റി നോക്കാം. ദാറ്റ് ഈസ് 25 വയസ്സുള്ള ഒരു സ്ത്രീ. ഓക്കെ, എനിക്ക് തോന്നുന്നത് പുരുഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീക്ക് കുറച്ചും കൂടി പ്രീമിയം കുറവാണ്. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ആണ്. ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ 8,636 രൂപയാണ് സ്ത്രീക്ക് വരുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ 8,778. ഇനി ICICI Prudentialലേക്ക് പോവുകയാണെങ്കിൽ 8,821. ബജാജ് ലൈഫ് ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ 9,180 രൂപ. SBI ലൈഫ് ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ 8,866 രൂപ. ഇനി നമുക്ക് പ്രൊഫൈൽ ഒന്ന് മാറ്റാം. 30 വയസ്സുള്ള ഒരു പുരുഷന്റെ ആ ഒരു പ്രീമിയം എത്രയാണ് വരുന്നത് നോക്കാം. അവർക്ക് നമ്മളിപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ആണ്. അതിൽ വരികയാണെങ്കിൽ 12,296 രൂപയാണ് വരുന്നത്.
ആൻഡ് ഇതേ ആള് തന്നെ HDFC ലൈഫിലെ ഒരു പ്രീമിയമാണ് എടുക്കുന്നത് എങ്കിൽ 13,436 രൂപയാണ് വരുന്നത്. ആൻഡ് ICICI പ്രൊഡൻഷ്യലിലേക്ക് മാറുകയാണെങ്കിൽ 12,277 രൂപയാണ് വരുന്നത്. ഇത് തന്നെ ബജാജ് ലൈഫ് ഇൻഷുറൻസിലേക്ക് മാറുകയാണെങ്കിൽ 12,299 രൂപയാണ് വരുന്നത്. സെയിം പ്രൊഫൈലുള്ള ആള് SBI ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ 12,268 രൂപയാണ് പ്രീമിയം വരുന്നത്. ഇനി 30 വയസ്സുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എത്രയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് നോക്കാം. 10,452 വരുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ. 11,421 രൂപയാണ് HDFC ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ വരുന്നത്. ഇനി ICICI പ്രൊഡൻഷ്യൽ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 10,435 രൂപയാണ് വരുന്നത്. ആൻഡ് 10,063 രൂപയാണ് ബജാജ് ലൈഫ് ഇൻഷുറൻസിൽ വരുന്നത്. ആൻഡ് SBI ലൈഫ് ആണ് എടുക്കുന്നത് എങ്കിൽ 10,357 രൂപയാണ് ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീക്ക് വരുന്നത്. ഇനി നമുക്ക് 35 വയസ്സായിട്ടുള്ള ഒരു പുരുഷൻ ഈ ഒരു പ്രീമിയം എടുക്കുകയാണെങ്കിൽ ഈ 5 കാറ്റഗറിയിലും എത്ര എമൗണ്ട് വരും നോക്കാം. ഒന്നാമതായി ആക്സിസ് മാക്സ് ലൈഫ് 16,114 രൂപ, അതായത് വയസ്സ് കൂടുന്തോറും പ്രീമിയം എമൗണ്ടും കൂടുന്നുണ്ട്. 16,414 രൂപയാണ് HDFC ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ വരുന്നത്. ആൻഡ് ICICI ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 15,937 രൂപയാണ് വരുന്നത്. 15,148 രൂപയാണ് ബജാജ് ലൈഫിന് വരുന്നത്. SBI ലൈഫ് ഇൻഷുറൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ 15,733 രൂപയാണ് വരുന്നത്. സോ ബജാജ് ലൈഫ് ഇൻഷുറൻസ് ആണ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പൈസ വരുന്നത്, അതായത് 35 വയസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ. ഇനി 35 വയസ്സുള്ള ഒരു സ്ത്രീയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അവർക്ക് 1 കോടി സം അഷ്യൂർഡ് വരുന്ന ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വാർഷിക പ്രീമിയം ഇയർലി എമൗണ്ട് എത്ര വരുന്നതെന്നും കൂടി നോക്കാം. 13,697 രൂപയാണ് ആക്സിസ് മാക്സ് ലൈഫ് ആണെങ്കിൽ അവർക്ക് വരുന്ന ഒരു പ്രീമിയം. 13,952 രൂപ വരുന്നുണ്ട്, അത് HDFC ലൈഫ് ആണ് ആ സ്ത്രീ എടുക്കുന്നത് എങ്കിൽ. ഇനി ICICI പ്രൊഡൻഷ്യൽ ആണ് എടുക്കുന്നത് എങ്കിൽ 13,546 രൂപയാണ് വരുന്നത്. ആൻഡ് 13,146 രൂപയുള്ളൂ ബജാജ് ലൈഫ് ഇൻഷുറൻസിലെ. ആൻഡ് SBI ലൈഫ് ഇൻഷുറൻസിൽ അതിലും കുറവാണ്, 12,781 രൂപയെ വരുന്നുള്ളൂ. അപ്പം എനിക്കൊന്ന് 35 വയസ്സുള്ള സ്ത്രീ കാറ്റഗറിയിൽ 12,781, ഏറ്റവും കുറവ് വരുന്നത് SBI ലൈഫ് ഇൻഷുറൻസിലാണ്. അപ്പം ഇത്രയും വളരെ ഡീറ്റെയിലിങ്ങോട് കൂടി ഇപ്പം ഓരോ വയസ്സുള്ള ആളുകളും സ്ത്രീക്കായാലും പുരുഷനായാലും എത്ര എമൗണ്ട് വരും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയി 5 ഇൻഷുറൻസ് കമ്പനികളുടെ എമൗണ്ട് പ്രീമിയം ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു കോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കൺസേൺഡ് ഇൻഷുറൻസ് കമ്പനീനെ അപ്രോച്ച് ചെയ്യണം, അത് നമ്മുടെ ഏജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുമായിട്ട് നമുക്കൊരു കോട്ട് എടുക്കണം. അപ്പം ആ ഒരു കൺഫ്യൂഷൻസ് ഇല്ല, വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കാണിച്ച പ്രീമിയം തുകകൾ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വയസ്സ്, തിരഞ്ഞെടുക്കുന്ന സം അഷ്യൂർഡ്, ആരോഗ്യസ്ഥിതി, അതുപോലെ പുകവലി ശീലം എന്നിവയൊക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ ഡിറ്റോയുടെ പ്രധാന വിലയിരുത്തൽ ഇതാണ്, അതും കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിപ്പീറ്റ്, ഈ ഒരു ടേബിളിലെ അക്കങ്ങൾ ശ്രദ്ധിക്കുക. ഈ മുൻനിര പ്ലാനുകൾ തമ്മിലുള്ള പ്രീമിയം വ്യത്യാസം വളരെ ചെറുതാണ്. സോ വർഷത്തിൽ ഏതാനും 100 രൂപയുടെ അല്ലെങ്കിൽ 200 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രീമിയം തുക മാത്രം നോക്കി ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. വർഷത്തിൽ 500 രൂപ ലാഭിക്കാൻ വേണ്ടി ക്ലെയിം സമയത്ത് നിങ്ങളുടെ കുടുംബത്തെ വലയ്ക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കമ്പനി നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത്. കമ്പനിയുടെ വിശ്വാസ്യതയ്ക്കും ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡിനും മുൻഗണന നൽകുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശരിയായ ഇൻഷുറൻസ് പങ്കാളിയെ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിനെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആയുധമാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനു മുൻപായി ഡിറ്റോ വഴി നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായ ടേം പോളിസി കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഈ ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന, ഏത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ഡൗട്ടായി നിൽക്കുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇതുപോലെയുള്ള നല്ല അടിപൊളി ഫിനാൻഷ്യൽ ടിപ്സ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഇതെല്ലാം അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.